ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. മരണഭയമില്ലാത്ത ഇറാന് അമേരിക്കയും ഇസ്രായേലും വെറും പുല്ലാണ്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം ഇറാനിൽ കണ്ട കാഴ്ച അതായിരുന്നു. 30 മിനിറ്റിൽ 1 എന്ന പോലെ ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണം നടക്കുന്നു. അമേരിക്ക തന്നെ പറയുന്നു ഇറാൻ ഇനി ഞങ്ങൾക്ക് ബോംബിടാൻ സ്ഥലമില്ലെന്ന്. ആ ഇറാനിലെ കാഴ്ചയാണ് അതിശയകരമായത്. ആ ഇറാനിൽ വീണ്ടും ഈ രണ്ട് ഭീകര രാജ്യങ്ങളും ബോംബിടുന്നുവെങ്കിൽ മിസൈൽ അയക്കുന്നതെങ്കിൽ അത് പിന്നെ എവിടെയായിരിക്കും? അത് പിന്നെ നടക്കുന്നത് ഇറാനികളുടെ നെഞ്ചത്തായിരിക്കും. അപ്രകാരം വിവേചനരഹിതമായി ബോംബ് വർഷിക്കുമ്പോഴും ഇന്നലെ അവർ ഒന്നുചേർന്ന് തെരുവുകളിൽ മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയത് ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള പ്രതിഷേധമായിട്ടില്ല, മറിച്ച് ഖുദ്സിന്റെ മോചനത്തിനായിരുന്നു. നിലാരംഭരായ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. എന്നെ ഏറെ അതിശയിപ്പിച്ചത് ലോകത്തിലെ വമ്പൻ സൈനിക ശക്തി എന്ന് ഊറ്റം കൊള്ളുന്ന ഇസ്രായേൽ, അതിന് മാത്രം സാങ്കേതിക തികവുള്ള അത്യാധുനിക ആയുധങ്ങളും കൂട്ടിന്, ഇറാനിൽ നിന്നും ഒരു മിസൈൽ വരുമ്പോൾ കൂകി വിളിക്കുന്ന എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിയും സഹമന്ത്രിയുമാരും അടക്കം പല പ്രമുഖരും ജനങ്ങളും 24 മണിക്കൂറും ബങ്കറിൽ കഴിയുമ്പോഴാണ് 24 മണിക്കൂറും ബോംബ് വന്ന് വീഴുന്ന ഇറാനിൽ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, സുരക്ഷാ മേധാവി അലി ലാരിജാനി എന്നിവരെല്ലാം തന്നെ നേരിട്ട് തെരുവിലിറങ്ങി പൊതുജനങ്ങളുടെ കൂടെ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിലെ സൈനിസ്റ്റുകളുടെ ദൈവവിശ്വാസവും ഇറാനിലെ മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമാണത്. അതുകൊണ്ടാണ് ആ പ്രകടനങ്ങൾക്കിടയിലേക്കും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകൾ പതിച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടും ആ രക്തസാക്ഷിയുടെ രക്തം പുരണ്ട പതാകയുമായി മരണഭയം ഏതുമില്ലാതെ അവർ ആ പ്രകടനം തുടർന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ഒരു പാഠമാണ്. എല്ലാം ദൈവത്തിൽ ബരമേൽപ്പിച്ച ഒരു സമൂഹത്തിന് മിസൈലും ആറ്റം ബോംബുകളും വെറും കളിക്കോപ്പുകൾ മാത്രമാണെന്നുള്ള പാഠം. ആനപ്പടയുമായി വന്ന ശത്രു സൈന്യത്തെ ചുടുകട്ടകൾ എറിഞ്ഞ് തുരുത്താൻ ദൈവം അഹ്ബാബിൽ പക്ഷികളെ അയച്ചു എന്ന് വിശ്വസിക്കുന്ന, ആ ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ഇറാനികൾ. അവർക്ക് മുന്നിൽ നിങ്ങളുടെ സായുധ ശക്തി വെറും പ്രഹസനം മാത്രമാണ്. അവരെ തോൽപ്പിക്കാൻ അവർ തന്നെ വിചാരിക്കണം. അതല്ലാതെ ഒരു അമേരിക്കയ്ക്കും കഴിയില്ല. ടെഹ്റാനിലെ ഇൻഗുലാബ് സ്ക്വയറിൽ നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചും ഫലസ്തീൻ വിമോചനത്തിനായി മുദ്രാവാക്യം വിളിച്ചുമാണ് റാലി നടന്നത്. ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിവരികയാണ്. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും പകരം മകൻ മുജ്തബ ഖമേനി പുതിയ നേതാവുകയും ചെയ്തതിനു ശേഷമാണ് ഖുദ്സിന് വേണ്ടിയുള്ള ഈ ഐക്യദാർഢ്യ റാലി നടക്കുന്നത്. ഈ അക്രമങ്ങൾക്കിടയിലും തങ്ങളുടെ ഫലസ്തീൻ നയത്തിൽ മാറ്റമില്ലെന്ന് കാണിക്കാനാണ് ഇറാൻ ഭരണകൂടം ഈ പൊതുപരിപാടി ഈ യുദ്ധത്തിനിടയിലും നടത്തിയത്. പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. അതിലൊരു സ്ത്രീ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ സൈന്യം പേർഷ്യൻ ഭാഷയിലൂടെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ആ പ്രദേശം ഒഴിയാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനം നടക്കുമ്പോൾ ഇറാന്റെ ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ മോസനി ഏജിയെ അവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. സ്ഫോടനത്തിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വലം ചെയ്തു നീക്കി. ഗുലാം ഹുസൈൻ മോസനി പറഞ്ഞത് ഈ മഴയെയും മിസൈലുകളെയും ഇറാൻ ഭയപ്പെടുന്നില്ല എന്ന്. ഇറാൻ നേതാക്കളായ അലി ലാരിജാനിയും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. സ്ഫോടനത്തെ തുടർന്ന് ആകാശത്തേക്ക് പുക ഉയരുന്നതിനിടയിലും പ്രകടനക്കാർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികൾ തുടർന്നതായാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അത് മതിയാകും ഇറാനിൽ ഭരണമാറ്റം ആവശ്യപ്പെടുന്ന വിദേശികൾക്ക് ഇറാന്റെ ദേശീയബോധം തിരിച്ചറിയാൻ.